അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചു വെച്ച ഒരു വിഷയമാണ് ഈ മുസ്ലിം കല്യാണത്തിൽ മലബാർ ബേലയിൽ നടക്കുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ ചില വൃത്തികെട്ട ആചാര രീതികളും അതുപോലെ തന്നെ ചില കോപ്രായങ്ങളും എല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ടിട്ട് കല്യാണത്തെ എല്ലാം കൂടി ഒരു കോമാളിവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ തീർച്ചയായിട്ടും മലബാർ മേഖലയിൽ നിന്ന് പലപ്പോഴായിട്ട് പല വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. വ്യത്യസ്ത തലങ്ങളിലുള്ള ആൾക്കാർ ഒന്നു ചേരുന്ന ഒരു സംവിധാനമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അത് വളരെ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ എല്ലാം ഒരു കൂടിച്ചേരലാണ്. പക്ഷേ അവിടെ എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ എന്ന് എനിക്ക് ഇന്ന് വരെ ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിപ്പോകും. വെടിക്കെട്ടടക്കമുള്ള ചില കോപ്രായങ്ങൾ, അതുപോലെ കഴുതയുടെ പുറത്ത് മണിമാരനെ അണിയിച്ച് കൊണ്ടുപോകുന്ന ചില സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കുതിരപ്പുറത്ത് പുയ്യാപ്പിളയെ കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കൂ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലോ മറ്റ് എവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഒരുപാട് പണമുള്ള ആൾക്കാർ നമ്മുടെ നാടിനെക്കാട്ടിലും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലാണുള്ളത്. അവിടെയുള്ള ആൾക്കാരുടെ കല്യാണമൊക്കെ നിങ്ങൾ പോയി കാണണം. തീർച്ചയായിട്ടും ആഘോഷങ്ങൾ എന്ന് പറയുന്നത് സന്തോഷത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. പൈസ ഉള്ളവർ തീർച്ചയായിട്ടും ആഘോഷിക്കണം. നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളെ പൈസ ചിലവാക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ അങ്ങനെയൊക്കെ ചിലവഴിച്ചോളൂ. പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഒരു ആഭാസത്തിൽ കൊണ്ട് ചെത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു യത്തീം ഖാനക്ക് അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക. ഇനി അതിനൊന്നും നിങ്ങൾ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഒരു സമൂഹ വിവാഹമായിട്ട് വമ്പം പരിപാടിയായിട്ട് നിങ്ങൾ കഴിച്ചോളൂ. 2-3 കുട്ടികളുടെ ഒരു കല്യാണം നിങ്ങൾ കഴിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്, ആ ഉമ്മയ്ക്ക്, ആ കുട്ടിക്കൊരു ജീവിതം കിട്ടുകയാണ്. അത്തരത്തിൽപ്പെട്ട രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫേമസ് ആകാം. അതുപോലെയും നിങ്ങൾക്ക് വൈറലാവാൻ വേണ്ടി സാധിക്കും. അല്ലാതെ കോപ്രായങ്ങൾ കൊണ്ട് മാത്രമല്ല വൈറലാവാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ സമൂഹം മരണം വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുകളടക്കം അടയാളപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളെ ഈ ലോകം അറിയുകയും ചെയ്യും. ഒരുപാട് പേർ നിങ്ങൾ നല്ലത് പറഞ്ഞ് ദുആ ചെയ്യും. അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ കല്യാണത്തിൻ്റെ ദിവസം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും ഒരു അമ്പലത്തിലെ ഒരു എഴുന്നള്ളപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമരം തുള്ളലോ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയാണെന്ന് തോന്നിപ്പോയി. കാരണം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നിമിഷം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ണൂർ ഭാഗത്തുള്ള ഒരു കല്യാണമാണ്. ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ആ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരുമൊന്നും ഇതിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അതൊരു വിഷമമാവണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട കോപ്രായങ്ങൾ ആ മഹല്ല് കമ്മിറ്റിയൊക്കെ നോക്കുകുത്തിയാക്കി ഇരുത്തിക്കൊണ്ടിട്ട് വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ കണ്ടു കാണും. ഈ മരിച്ച ശരീരത്തിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് എത്ര വികൃതമായ രീതിയിലാണ് ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചത്. അതൊരു കല്യാണമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത്തരത്തിൽപ്പെട്ട കോപ്രായങ്ങളിലൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഏതായാലും ഒരു ഉത്തരം തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനത്തെ കല്യാണങ്ങളൊക്കെ അവസാനം തീർച്ചയായിട്ടും വലിയ വലിയ സങ്കടത്തിലാണ് പോയി കലാശിക്കുന്നത് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. ആ ഒരു ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വളരെ സങ്കടപ്പെടുന്ന കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ വീഡിയോ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഘോഷങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒരു മനുഷ്യനും എതിരല്ല. ആഘോഷിക്കണം. നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നല്ലൊരു ദിവസമാണ്. പക്ഷേ ആഘോഷിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തിലൂടെയുള്ള അഭിനയം അല്ലെങ്കിൽ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും അത് നിർത്തപ്പെടേണ്ടത് തന്നെയാണ്. മഹല്ല് കമ്മിറ്റികൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്നു
പ്രവർത്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം മറ്റ് ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അവരുടെ കല്യാണത്തിനുണ്ടാകുന്ന ഒരു അടക്കം അല്ലെങ്കിൽ ഒരു ചിട്ട എന്തുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളുടെ കല്യാണത്തിൽ മാത്രം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള കല്യാണങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ വളരെ എടുത്തു പറയുകയാണ്. ഹൈന്ദവ വിവാഹങ്ങളൊക്കെ നമുക്ക് കാണാം, ആഘോഷങ്ങളൊക്കെ ഉണ്ട്, അവർ വെള്ളമടിക്കുന്ന പരിപാടികളുണ്ട്, അങ്ങനത്തെ പല മോശപ്പെട്ട പരിപാടികളുണ്ട്. എങ്കിലും ഇത്തരത്തിൽ ഒരു പിടുത്തം വിട്ട പോക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ മലബാർ മേഖലയിലുള്ള മുസ്ലിം കല്യാണപ്പുരയിലാണ്. കാരണം എടുത്താൽ പൊന്താത്ത പണവുമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത കുറച്ച് യുവാക്കൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ഇത് നിയമപരമായിട്ട് അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികൾ അടിയന്തരമായിട്ട് ഇടപെട്ട് നിർത്തേണ്ടത് തന്നെയാണ്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ആൾക്കാർ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് തീർച്ചയായിട്ടും ട്രോൾ ചെയ്തിട്ട് നമ്മുടെ മതത്തിനെയും നമ്മുടെ സംസ്കാരത്തെയും പല രീതിയിൽ ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ലൈക്കും കുറച്ച് ഷെയറും കുറച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഈ പേക്കുത്തുകൾ ഇനിയെങ്കിലും നിർത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.